എന്താണ് ശരി? ഏതാണ് ശരി എന്നല്ല, എന്താണ് ശരി എന്നാണ് നോക്കേണ്ടത്. ഓരോ തവണയും ഒരു 10 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ശരിയായത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ആർക്കും ആരോടും എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യം പോലും പിന്നെ ഉണ്ടാവില്ല. എൻ്റെ ആന്തരിക ശക്തിയെ ഉണർത്തുകയും പിന്നെ എന്നെ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആക്കുകയും ചെയ്യുന്നതെല്ലാം റൈറ്റാണ്. പുറമേയുള്ള ആരിലും പുറമേയുള്ള ഒരു കാര്യത്തിലും ഡിപ്പെൻഡൻ്റ് ആവാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഗാഡ്ജറ്റ്സിനോട് ഡിപ്പെൻഡൻസി ഉണ്ടാവുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓരോ തവണയും ഓരോ ഇൻസ്ട്രുമെൻസിനെ ആശ്രയിക്കുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് സമ്മർ ഹോളിഡേയ്സിൽ ധാരാളം സമയം കിട്ടിയിരുന്നു. ആകെ ബോറടിക്കുന്നു, ഒന്നും ചെയ്യാനില്ല എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയാനുള്ള ചാൻസ് തന്നെ കിട്ടുന്നില്ല. ഓരോ തവണയും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ പേരൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇന്നൊന്നും ചെയ്യാനില്ല, ആകെ ബോറടിക്കുന്നു എന്ന് ഇടയ്ക്കൊക്കെ നമ്മളും ഒന്ന് പറയണം. അവസാനമായി ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന ഒരു ദിവസം എന്നായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നാളെ സൺഡേ ആണ്. ഈ മനസ്സിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. സ്വയത്തെ മനസ്സിലാക്കുകയും പുറമേയുള്ള വസ്തുക്കളിൽ ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ പുറമേ നിന്നുള്ള ഒരു പ്രേരണയും കൂടാതെ ചിന്തിക്കാൻ നമ്മുടെ മനസ്സും പഠിക്കും. വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ നമ്മൾ ചോദിക്കും, റിമോട്ട് എവിടെ? ആ ഒരു 10 മിനിറ്റ് പോലും ഇവയൊന്നുമില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വേദനിച്ചു കൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് അന്വേഷിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് കുറച്ചു നേരം ഒന്ന് ചിന്തിക്കാതെ ഇരിക്കും. ഡിസ്ട്രാക്ഷൻസ്, ഒരു ഗാഡ്ജറ്റോ ടിവിയോ ഭക്ഷണപാനീയങ്ങളോ അങ്ങനെ എന്തുമാകാം. നമ്മുടെ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ തിരിയുന്നു. നമ്മൾ അവനവനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കും. നമ്മൾ അവയെ നോക്കി ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എപ്പോഴും സന്തോഷമായി ഇരിക്കുന്നത് നാച്ചുറലായി മാറും. ഹാപ്പിനെസ് ബിക്കംസ് നോർമൽ പാർട്ട് ഓഫ് ലൈഫ്. ഇനി ആരെങ്കിലും താങ്കളോട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ഞാൻ സന്തോഷമായി ഇരിക്കുന്നു. എപ്പോഴും സന്തോഷമായി ഇരിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് മറുപടി പറയേണ്ടത്. കാരണം എൻ്റെ മാനസികാവസ്ഥ എൻ്റെ ജീവിതത്തിലെ പ്രോബ്ലംസിനെ ആശ്രയിച്ചല്ല ഉള്ളത്. എൻ്റെ ജീവിതം ഒരുപക്ഷെ പെർഫെക്റ്റ് ആയിരിക്കില്ല, എന്നാൽ എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പെർഫെക്റ്റ് ആണ്. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. നമുക്ക് സ്പിരിച്വൽ ഹെൽത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വൈകാരികമായി ആരോഗ്യവാനാകുന്നു, ഇമോഷണലി ഹെൽത്തി ആവുന്നു. അപ്പോൾ പിന്നെ നമുക്ക് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ലഭിക്കുക തന്നെ ചെയ്യും. ഇവയെല്ലാം തമ്മിൽ ഓട്ടോമാറ്റിക്കായി ഒരു കണക്ഷനുണ്ട്. രാവിലെ നേരത്തെയുള്ള കുറച്ച് സമയമെങ്കിലും സാത്വികമായ കാര്യങ്ങൾ വായിക്കാനും കേൾക്കാനുമായി മാറ്റിവെക്കണം. ഒരു സാത്വിക് ഡയറ്റ് മനസ്സ് അബ്സോർബ് ചെയ്യണം. അതിനുശേഷം സാത്വികമായ ഭക്ഷണവും കഴിക്കണം. പിന്നെ മെഡിറ്റേഷൻ, പ്രാണായാമം, യോഗ ഇതൊക്കെ ചെയ്യാം. എവ്രിതിങ് വിച്ച് ഈസ് റൈറ്റ്. ശരിയായ രീതിയിലുള്ള ഏത് കാര്യവും നമ്മളെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആക്കി മാറ്റും. അവനവൻ്റെ മനസ്സിനു വേണ്ടി ദിവസവും 1/2 മണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ മാറ്റിവെക്കണം. നിങ്ങളുടെ ഫോൺ, ഐപാഡ്, ലാപ്ടോപ്പ് ഇതൊക്കെ ചാർജ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് സ്വന്തം മനസ്സിനെ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. കാരണം ഈ 3 വസ്തുക്കളും നമ്മൾ ദിവസം മുഴുവനും ഉപയോഗിക്കുന്നവയാണ്. അതുകൊണ്ട് മനസ്സാകുന്ന ബാറ്ററിയെ ചാർജ് ചെയ്യുന്നതിനായി 1/2 മണിക്കൂറോ 45 മിനിറ്റോ ദിവസവും രാവിലെ മാറ്റിവെക്കുക. നമ്മൾ ഫ്രീഡത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ അറിയാം, അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, നമുക്ക് എല്ലാം ചെയ്യാനാവും. പക്ഷേ ഞാൻ എന്താണോ അങ്ങനെ തന്നെ നിലനിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനമായി നോക്കേണ്ടത്. അല്ലാതെ ഫേസ്ബുക്കിൽ ആരെങ്കിലും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ അപ്സെറ്റായി. നാളെ മുതൽ ഞാനും അവരുടെ ഫേസ്ബുക്കിലെ ഫോട്ടോസിന് ലൈക്ക് ചെയ്യില്ല. അവർക്ക് എൻ്റെ FB ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവരുടെ പോസ്റ്റ് ഇഷ്ടപ്പെടണം?
ഇങ്ങനെ നമ്മൾ പറയുകയില്ലേ? ഇങ്ങനെ പറയുകയല്ല വേണ്ടത്. ഇതിനൊക്കെ ശേഷം നമ്മൾ പറയും ഐ ആം പവർഫുൾ. പവർഫുൾ ആവുന്നത് ഇങ്ങനെയൊന്നുമല്ല. പവർ എന്നാൽ നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങളുടേതും എൻ്റെ പെരുമാറ്റങ്ങൾ എൻ്റേതുമാണെന്ന് മനസ്സിലാക്കുക. അതാണ് പവർ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഹാപ്പിയായും പവർഫുള്ളായും ഇരിക്കുന്നത് മാത്രം ചൂസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, അഥവാ വൈകാരികമായ നിരാശ്രയത്വം. എൻ്റെ മനസ്സിലുള്ള ഇമോഷൻസ് പുറമേയുള്ള സാഹചര്യങ്ങളുടെ സ്വാധീനത്തിൽ പൂർണ്ണമായും സ്വതന്ത്രമാണ്. അതിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രമാണ്, വേറിട്ടതാണ്. ഇനി ഏതൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നമുക്ക് വരുത്തേണ്ടത് എന്ന് നോക്കാം. ഇത്രയും നേരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇനി മുതൽ ചെയ്യാൻ തുടങ്ങണം. 1. രാവിലത്തെ അരമണിക്കൂർ അവനവനു വേണ്ടി മാറ്റിവെക്കുക. സാത്വികമായ കാര്യങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുക. മെഡിറ്റേഷൻ, പ്രാണായാമം, യോഗ, അങ്ങനെ അരമണിക്കൂർ അവനവനു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. 2. ആളുകളെ അവരെങ്ങനെയാണോ അതുപോലെ തന്നെ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതിലും പ്രധാനമായി മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായി വെയിറ്റ് ചെയ്യാതിരിക്കുക. ആരോടും കൈ നീട്ടി യാചിച്ചുകൊണ്ട് എന്നെ അംഗീകരിക്കൂ, അപ്രൂവ് ചെയ്യൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്നും ആവശ്യപ്പെടരുത്. 3. എൻ്റെ സന്തോഷം ഒരിക്കലും ഞാൻ വാങ്ങുന്ന സാധനങ്ങളെയോ ഞാൻ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെയോ ആശ്രയിച്ചല്ല ഉണ്ടാവേണ്ടത്. അവയൊക്കെ നമ്മുടെ കംഫേർട്സ് അഥവാ സൗകര്യങ്ങൾ മാത്രമാണ്. ദറ്റ്സ് നോട്ട് ഹാപ്പിനെസ്. നിങ്ങൾ ഇരിക്കുന്ന ചെയർ വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷവും അത്ര തന്നെ വലുതാവണമെന്നില്ല. നിങ്ങൾക്ക് ആ ചെയറിൽ നിന്നും ലഭിക്കുന്ന കംഫേർട്ടിനെ മാത്രമാണ് അതിൻ്റെ വിലയുമായി നോക്കേണ്ടത്. ഓരോ സിറ്റുവേഷനിലും ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. അടുത്തതായി അവനവനെ മറ്റാരുമായും കമ്പയർ ചെയ്യാതിരിക്കൂ. സോഷ്യൽ മീഡിയ കമ്പാരിസൺ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലോ ഫീൽ ചെയ്യുന്നതും അധികമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കാണുന്നതൊന്നുമല്ല ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്നത്. വളരെ വലിയ ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പല ഭാര്യ ഭർത്താക്കന്മാരെയും ഞാൻ കാണാറുണ്ട്. പക്ഷേ പിറ്റേന്ന് ഫേസ്ബുക്കിൽ അവരെ അങ്ങനെയൊന്നുമല്ല കാണാൻ കഴിയുന്നത്. അതാണോ ഇതാണോ സത്യമെന്ന് നമുക്ക് തന്നെ സംശയമാകും. പക്ഷേ ആളുകൾ ആ ഫോട്ടോസാണ് കാണുന്നത്. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് വഴക്കിട്ട് തന്നെ ഇരിക്കുന്നു. ഇവരെ നോക്കൂ, ഇവരെത്ര നന്നായിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതും ആളുകൾക്ക് വിഷമമുണ്ടാക്കാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. ഈ ലോകത്ത് എല്ലാവരും പെർഫെക്റ്റായി ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മാത്രം പെർഫെക്റ്റായി ജീവിതം കിട്ടിയില്ല എന്നാണ് നമ്മൾ ഈ ഫോട്ടോസ് കാണുമ്പോൾ ചിന്തിക്കുന്നത്. ഭാര്യയും ഭർത്താവും വഴക്കിടുന്ന ഒരു ഫോട്ടോ ആരെങ്കിലും ഫേസ്ബുക്കിൽ ഇടുമോ? ആരെങ്കിലും ഇടുമോ? അതുകൊണ്ട് പ്രാക്ടിക്കലായി ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം.